സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പഠനത്തെക്കാൾ താൽപര്യം RSS ശാഖയിലായിരുന്നുവെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഭാരതാംബയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ശക്തമായത് അടിയന്തരാവസ്ഥ കാലത്താണ്. സംഘപ്രചാരകനാകാനുള്ള പ്രേരണ ബലപ്പെട്ടതും അതേ കാലയളവിൽ തന്നെയാണെന്ന് ഗവർണർ വിശദീകരിച്ചു. അതിനിടെ ഗവർണർക്കെതിരെ ഇന്നും സംസ്ഥാനത്ത് പ്രതിഷേധമുണ്ടായി. എറണാകുളം പെരുമ്പാവൂരിൽ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറുടെയും ചിത്രം ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. കൊച്ചി കുസാറ്റിലും SFI പ്രവർത്തകർ ഗവർണറുടെ വാഹനവ്യൂഹത്തിന് നേരെ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം തമ്പാനൂരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ABVP നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായി. കോഴിക്കോട് രാഷ്ട്രീയ യുവജനതാദൾ പ്രവർത്തകർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. RSS അജണ്ട നടപ്പിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ കാലം 5 മാസക്കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരതാംബ വിവാദത്തിൽ പ്രകടനം നടത്തിയവർക്കെതിരെയുണ്ടായ അക്രമങ്ങളിൽ കോട്ടയത്ത് ABVP പ്രവർത്തകരും പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാർ CITUവിന്റെ കൊടിമരം നശിപ്പിച്ചു. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ ABVP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. പാലക്കാടും തൃശൂരും പ്രതിഷേധം സംഘടിപ്പിച്ചു. തനിക്കെതിരായ പ്രതിഷേധത്തിൽ രാജ്ഭവന് പങ്കുണ്ടെന്നും എന്തിനാണ് തന്നെ തടയുന്നതെന്ന് മനസ്സിലായിട്ടില്ലെന്നും മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചു. ഇത് രാജ്ഭവനിൽ നിന്ന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണല്ലേ അവര് ABVPക്കാർ ഈ സംഘർഷം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു പ്രശ്നമല്ലല്ലോ. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.